നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സത്യം നമ്മളെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തന്നെ നിൽക്കാം. കാരണം വെച്ചാൽ എനിക്കൊരു പേടിക്കാമല്ലോ. കാരണം കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാവുള്ളൂ. തന്നലി പീഡനക്കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതെന്ന് പ്രതിയാക്കപ്പെട്ട ശ്രീനാഥിന്റെ കുടുംബം. കുറ്റം ഏറ്റെടുക്കാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ശ്രീനാഥ്. കുടുംബം ആത്മഹത്യയുടെ വക്കിൽ. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി പ്രതിയാക്കിയതാണെന്നും അച്ഛനും അമ്മയും. മലബാർ സമര പോരാളികളുടെ പേര് രക്തസാക്ഷി പട്ടികയിൽ നിന്നും നീക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മോദിയുടെ കാലത്ത് വാര്യംകുന്നൻ വിസ്മരിക്കപ്പെടുന്നതിൽ അതിശയമില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA. താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസും SYSഉം. അതിർത്തി കടക്കാൻ വ്യാജ RTPC സർട്ടിഫിക്കറ്റ് എന്ന സംശയം. കേരളത്തിൽ നിന്നുള്ളവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കർശനമാക്കി തമിഴ്നാടും കർണാടകയും. അതിർത്തി കടക്കാൻ 72 മണിക്കൂർ മുമ്പുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. വയറെരിയുന്നവരുടെ മീ നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണ പദ്ധതിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടക്കം. കേരളത്തിൽ കോവിഡ് രോഗികൾ 30,000 മുകളിൽ തുടർന്നു. 32,097 രോഗികൾ. DPR 18.41%. ജില്ലയിൽ 2,664 പേർക്ക് രോഗബാധ. DPR 17.46%. വിശദമായ വാർത്തകളിലേക്ക്. തെന്നലയിലെ പീഡനക്കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതെന്ന് പ്രതിയാക്കപ്പെട്ട ശ്രീനാഥിന്റെ കുടുംബം. കുറ്റമേറ്റാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് വാഗ്ദാനം ചെയ്തതായി ശ്രീനാഥ് പറഞ്ഞു. ശ്രീനാഥിന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി പ്രതിയാക്കിയതാണെന്നാണ് ശ്രീനാഥിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. നിരപരാധിയായ തന്നെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നാണ് ശ്രീനാഥ് പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ വെച്ച് കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ പെൺകുട്ടിയുമായി ഒരു അടുപ്പവും തനിക്കില്ലെന്നാണ് ശ്രീനാഥ് പറയുന്നത്. അർദ്ധരാത്രിയിലാണ് പോലീസ് യൂണിഫോമിലല്ലാതെ എത്തി ശ്രീനാഥിനെ അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിലെത്തിച്ച ശേഷം കുറ്റമേറ്റെടുത്താൽ ജാമ്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായി ശ്രീനാഥ് പറയുന്നു. കേസ് പുറം ലോകം അറിയരുതെന്ന് പെൺകുട്ടിയുടെ കുടുംബം പോലീസുകാരോട് പറഞ്ഞതായും ശ്രീനാഥ് പറഞ്ഞു. ചെയ്യാത്ത കുട്ടിയെ ഞാൻ 35 ദിവസം കിടന്നല്ലോ. ഒരു തരം മാനസികാവസ്ഥയാണ് ഇപ്പം എന്നിലുള്ളത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ 6ാം തീയതി പരീക്ഷ വരികയാണ്. കാരണം വെച്ചാൽ എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ തളർന്ന മതി. ഇനിയിപ്പോൾ ഒരു ആൾക്കാരെ മുന്നിൽ ഞാനിപ്പോൾ ഒരു കുറ്റവാളിയായ പോലെയാണ് അവർ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ ഇല്ലാത്ത കേസുകൾ ഇനിയും ഉണ്ടല്ലോ അവർ മേത്ത് എഴുതി വെച്ച്. അപ്പോൾ ഇനിയും ഓരോ വകുപ്പുകളൊക്കെ അവർ മേത്ത് കെട്ടി വെച്ചിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് പേടിക്കാനില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്ര ഉറപ്പുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. സത്യം നമ്മളെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തന്നെ നിൽക്കാം. കാരണം വെച്ചാൽ എനിക്കൊരു പേടിക്കാനില്ല. കാരണം കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വളരെ അപമര്യാദയായിട്ടാണ് അവർ പെരുമാറിയത്. കാരണം വെച്ചാൽ അവരെ ബുദ്ധിമുട്ട് ചെവിടനടിച്ചും വേണ്ടാത്തരം വിളിച്ചു അച്ഛൻ്റെ അമ്മയെ മുന്നിൽ നിന്നൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നെ വണ്ടിയാണെങ്കിൽ അവർ വന്നതാണെങ്കിൽ യൂണിഫോം ഇല്ലാതെയും അന്ന് വണ്ടിയിൽ നിന്നാണെങ്കിൽ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എങ്ങോട്ട് പോകണമെങ്കിലും പിന്നെ വിലങ്ങൊക്കെ ഇട്ടിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ആളുകളൊക്കെ കഴിയുമ്പോൾ നോക്കുമ്പോൾ ആളുകൾ ഒരു കുറ്റക്കാരനായിട്ടാണല്ലോ എന്നെ കാണുന്നത്. ഒരു തരം മാനസികാവസ്ഥയിലാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പഠിക്കാൻ എന്തൊരു ഇത് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ചെയ്യാതെ അത്രയും ഞാൻ അനുഭവിച്ച്. ക്രൂരമായ പെരുമാറ്റമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ശ്രീനാഥ് പറയുന്നത്. അതിക്രൂരമായി മർദ്ദിക്കുകയും അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും ചെയ്തു. മർദ്ദനത്തിനു ശേഷം തലവേദന സ്ഥിരമായതായും ചെവിയുടെ കേൾവിശക്തി കുറഞ്ഞതായും ശ്രീനാഥ് പറയുന്നു. ഇത്തരം തലയ്ക്കൊക്കെ വേദന ഉണ്ട്. കാരണം ചെവിയുടെ കേൾവി കുറവായി. പിന്നെ അവിടുന്ന് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു, ഈ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞാണ് എന്താ പറയുക, ഇത് പുറം ലോകം അറിയാതെ നോക്കണം എന്ന് പറഞ്ഞ് സാറുമാരോട് പറഞ്ഞേ. കാരണം പിന്നെ അവരെൻ്റെ മേത്തേക്ക് കുറ്റം ഏറ്റെടുക്കുന്ന മാതിരി അവർ എന്നോട് പറഞ്ഞു ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഈ കുറ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ വേഗം ജാമ്യത്തിലൊക്കെ ഇറക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ വളരെയധികം എന്താ പറയുക അവർ ഉപദ്രവിച്ചിരുന്നു. പോലീസുകാരെ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി, കുറ്റം സമ്മതിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ അന്ന് അവർ പറഞ്ഞിരുന്നു എനിക്ക് ഒരു ടൈം തരാം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇതാക്കി. കാരണം വെച്ചാൽ എന്നാലും എനിക്ക് ജാമ്യത്തിലൊക്കെ വേറെ ഇറങ്ങാമെന്ന് അവർ പറഞ്ഞു. സംഭവത്തിന് ശേഷം അത്രമേൽ മാനസിക വിഷമത്തിന് അടിമപ്പെട്ടാണ് കുടുംബം കഴിയുന്നത്. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി കേസിൽപ്പെടുത്തിയതാണെന്ന് ശ്രീനാഥിന്റെ അമ്മ ശ്രീമതി പറഞ്ഞു. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും മകന്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി പോലീസ്, കൽപ്പകഞ്ചേരി പോലീസ്
ആ രീതിയിലല്ല അവനെ അറസ്റ്റ് ചെയ്തതും കൊണ്ടുപോയൻ. രാത്രി 12:30 മണിക്ക് ഉറക്ക് കണ്ണിൽ വന്ന സമയത്താണ് ഈ കുട്ടീനെ കൊണ്ടുപോകുക. പക്ഷേ കുട്ടിയുടെ സത്യം അപ്പം തന്നെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്താണോ ഈ കുട്ടീനെ കൊണ്ടുപോകണമെന്നോ ഞങ്ങൾ ഒരു പ്രതികരിച്ചില്ല. അതേ വന്ന് തെറ്റ്. പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം വായയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നാവ് കൊണ്ട് ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും പറയണേ എന്തിന് നിങ്ങൾ അങ്ങനെ ആ സമയത്ത് കുട്ടീനെ പറഞ്ഞയച്ചു, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ അന്നേരം ഒന്നും പറയാനുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നാവ് ഇങ്ങോട്ട് ഇറങ്ങിയ സ്ഥിതിയായിരുന്നു. ഈ കേസിനെ പറ്റിയിട്ട് കരുതിക്കുട്ടിൻ്റെ മോൻ്റെ മേലേക്ക് മനപൂർവ്വം തള്ളിയ കേസാണ്. പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്താൽ കേസിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരുമെന്നാണ് ശ്രീനാഥിന്റെ അച്ഛൻ രാജൻ പറയുന്നത്. എൻ്റെ കുട്ടീനോട് ചോദിച്ച് എന്തേ കാട്ടി എൻ്റെ ചവിട്ടത്തും മൂന്തയ്ക്കും പുറത്തൊക്കെ പോലീസുകാരെ അടിച്ച് അവരെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കണ്ട് കയ്യാമം വെച്ചിട്ടാണ്. അതായത് ഇവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം റോട്ടുമ്മയ്ക്ക് പോയി വെക്കണമെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ അറിഞ്ഞിരുന്നു. പിന്നെ മോനോട് അപ്പോൾ ഞാൻ മൂത്രം വയ്ക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു വെള്ള വണ്ടിയാണ് കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് പൈവ് വന്ന് ഒരു ഓട്ടോറിക്ഷയാണല്ലോ, ഇതിൻ്റെ പിന്നിൽ ആരോ ഇത് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവരെന്തൊക്കെ ഇതിൻ്റെ കഥ എനിക്ക് മനസ്സിലാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതായപ്പോൾ കണ്ട് കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ കുട്ടി പറഞ്ഞ് ഇന്നിങ്ങനെ അടിച്ചതും കുത്തിയതൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് 10 മണിക്കല്ലേ വരാൻ പറഞ്ഞത്, വക്കീലിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനല്ല വന്നത്, എൻ്റെ കുട്ടീനെ കാണാനാണ്. എന്തിനാണ് നിങ്ങൾ ഈ കൊടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ടുള്ള പോലീസുകാരനെ വീട്ടിലേക്ക് റൂമിലേക്ക് പോവുകയാണ് അവരെ ജോലി കഴിഞ്ഞിട്ട്. എന്നാൽ പോലീസുകാർ ഇങ്ങോട്ട് തന്നെ ചുമരുമയ്ക്ക് പന്തെറിഞ്ഞ മാതിരി ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പോലീസുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ജാതി വർത്താനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓല് എന്താണ് ഇത്രയും ബലമായിട്ട് ഇത് ഓൽക്ക് ആരാണ് ഇത് ഈ പോലീസുകാർക്ക് ഇതിന് സപ്പോർട്ടായി നിന്നിട്ടുള്ളതെന്നും കൂടി അറിയണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല എന്നുള്ളൊരു തെളിവ് ഈ ഇതിൽ കണ്ട് ടെസ്റ്റിങ്ങിൽ ഇനിയിപ്പോൾ അവൻ്റെ പെരടിക്ക് ഈ കെട്ടിക്കൂട്ടിങ്ങാണ്ട് ഇവരിങ്ങനെ കൊണ്ടുനടന്നുങ്ങാണ്ട് ഇത് തുമ്പില്ലാതെ ആക്കിങ്ങാണ്ട് കണ്ട ആളുകളൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിങ്ങാണ്ട് ഇവിടെ ഒത്തുതീർപ്പിന് കാര്യത്തിന് വന്നിട്ട് കാര്യമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഓർക്ക് പിടിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസുകാർ അവരെ അച്ഛനെയും അമ്മനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഏറ്റെടുപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെ ചാനൽ കാണണം, നാട്ടുകാർ കാണണത്. പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ 35 ദിവസം ജയിലിൽ കഴിഞ്ഞ +1 വിദ്യാർത്ഥിനിയായ ശ്രീനാഥിനെ DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം അനുവദിച്ചു വിട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. ഇതിനുശേഷവും കേസ് മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് അന്വേഷിച്ച് ഞങ്ങൾ തെന്നലയിലെ ശ്രീനാഥിന്റെ വീട്ടിലെത്തിയത്. അത്യന്തം ദയനീയമായ സ്ഥിതിയിൽ കഴിയുന്ന ശ്രീനാഥിന്റെ കുടുംബം പലപ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി. മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന ശ്രീനാഥിന്റെ ഭാവി തന്നെ ഇരുളടഞ്ഞ അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഇന്ന് ഈ കുടുംബം കഴിയുന്നത്. മോദിയുടെ കാലത്ത് വാര്യൻകുന്നത്ത് വിസ്മരിക്കപ്പെടുന്നതിൽ വിസ്മയിക്കേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA അഭിപ്രായപ്പെട്ടു. SYS താനൂർ മണ്ഡലം കമ്മിറ്റി താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ സമര പോരാളികളോടുള്ള അവഗണന പ്രതിഷേധാർഹമാണെന്നും മോഡിയുടെ കാലത്ത് വാര്യൻകുന്നത്ത് വിസ്മരിക്കപ്പെടുന്നതിൽ വിസ്മയിക്കേണ്ടതില്ലെന്നും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി ചോര കൊണ്ട് ചരിത്രമെഴുതിയ രക്തസാക്ഷികളെ നിഘണ്ടുവിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടിമാറ്റാം, പക്ഷേ ജനമനസ്സുകളിൽ നിന്ന് അവരെ കുടിയിറക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടു പക്ഷത്ത് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് നടത്തിയ പോരാട്ടം അവിടെ ഹിന്ദുവും മുസൽമാനും ഒരു മെയ്യായി ഒരു മനസ്സായി പ്രവർത്തിച്ചതാണ്. ബ്രിട്ടീഷുകാരൻ അക്കാലത്തും ഡിവൈഡ് ആൻഡ് റൂൾ ഫോർമുല നടപ്പാക്കാൻ നോക്കിയിട്ടുണ്ട്. ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് ഈ മണ്ണിൽ അധികാരത്തിൽ ഇനിയും തുടരാൻ കഴിയുമോ എന്ന് ബ്രിട്ടീഷുകാരൻ നിരവധി നോക്കിയിട്ടുണ്ട്. പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ അതിനെയൊക്കെ അവഗണിച്ച് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ നമുക്കറിയാം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിയറവ് പറയേണ്ടി വന്നത് നമ്മളുടെ ധീരദേശാഭിമാനികളായ പൂർവികരുടെ മുമ്പിലാണ്. SYS താനൂർ മണ്ഡലം കമ്മിറ്റി താനൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS താനൂർ മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ അധ്യക്ഷനായിരുന്നു.
SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി നൂഹ് കരിങ്കപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. സെയ്ദ് KNS തങ്ങൾ, സെയ്ദ് നിസാമുദ്ദീൻ ഹസനി തങ്ങൾ, ഹക്കീം ഫൈസി കാളാട, അബ്ബാസ് ഫൈസി പെരിഞ്ചേരി, ഷാക്കിർ ഫൈസി കോരങ്ങത്ത്, സെയ്ദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ, KP സുലൈമാൻ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. റഫീഖ് മുസ്ലിയാർ, ഹുദൈഫ ഫൈസി, ഹൈദലി ഹാജി, അഡ്വക്കേറ്റ് MA റഫീഖ്, VK ജലീൽ മൗലവി, റഫീഖ് നിസാമി, ഫൈസൽ ഉണ്ണിയാൽ, അബ്ദുൽ ഗഫൂർ ഫൈസി മോര്യ, N ബഷീർ ഹാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ധീരദേശാഭിമാനികളുടെ പേര് സ്വാതന്ത്ര്യ സമര ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി. താനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പരിപാടി KPCC അംഗം ഡോക്ടർ U അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. താനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. KPCC അംഗം UK അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. 72ഓളം വരുന്ന ധീരദേശാഭിമാനികളുടെ പേരുകളും ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ്. ചില മതവിഭാഗങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളുമായിട്ട് BJPയും സംഘപരിവാറും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിന്ന് സമരം ചെയ്യേണ്ടത് ഇവിടെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മതേതര ജനാധിപത്യ വിശ്വാസമുള്ള എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചരിത്രത്തിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഈ നടപടികൾ. DCG ജനറൽ സെക്രട്ടറി ഹൈദ്രോസ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VP ശശികുമാർ അധ്യക്ഷനായിരുന്നു. O രാജൻ, പ്രസംഗകുമാരി ടീച്ചർ, കൗൺസിലർ മുസ്തഫ, ഷാജി V, ഫിർദോസ്, KV അബ്ദുറഹ്മാൻ, K സക്കീർ, CP മുജീബ്, അഡ്വക്കേറ്റ് MA റഫീഖ്, C ജയശങ്കർ, M അലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതീഷ് കുമാർ, രവി, ജമീർ, കുഞ്ഞാവ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ 1 മുതൽ 10 വരെ ക്ലാസുകൾക്കായി തയ്യാറാക്കുന്ന പഠന പുരോഗതി രേഖയായ ദിശയുടെ പ്രകാശനം അധ്യാപക ദിനമായ സെപ്റ്റംബർ 5-ന് ആലത്തിയൂർ KHMHS സ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ 1 മുതൽ 10 വരെ ക്ലാസുകൾക്കായി തയ്യാറാക്കുന്ന പഠന പുരോഗതി രേഖയായ ദിശയുടെ പ്രകാശനം അധ്യാപക ദിനമായ സെപ്റ്റംബർ 5-ന് ആലത്തിയൂർ KHMHS ഹൈസ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്ക് വേണ്ടി അധ്യാപകരുടെ സമ്മാനവുമായാണ് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ 1 മുതൽ 10 വരെയുള്ള അധ്യാപക കൂട്ടായ്മ ദിശ എന്ന പേരിലുള്ള ഒരു പഠന മികവ് രേഖയുടെ പ്രകാശനം ചടങ്ങോടുകൂടിയാണ് അധ്യാപക ദിനാഘോഷം KHMHS ആലത്തിയൂർ സ്കൂളിൽ വെച്ച് രാവിലെ 10 മണിക്ക് നടത്തുന്നത്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ V അബ്ദുറഹ്മാനാണ് നമ്മുടെ അധ്യാപക ദിനത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ പഠന മികവ് രേഖയായ ദിശയുടെ പ്രകാശനവും നടത്തുന്നത്. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിക്കും. MLA മാരായ കുർക്കോളി മൊയ്തീൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ, P നന്ദകുമാർ എന്നിവർ പങ്കെടുക്കുമെന്നും തിരൂർ DO KP രമേഷ് കുമാർ, ഹൈസ്കൂൾ HM ഫോറം കൺവീനർ PK അബ്ദുൽ ജബ്ബാർ, പ്രൈമറി HM ഫോറം കൺവീനർ NP ഫൈസൽ, ദിശ അക്കാദമിക് കൺവീനർ C ബിന്ദുലാൽ, ദിശ IT കൺവീനർ C അനൂപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു പരീക്ഷാ ചോദ്യപേപ്പർ കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുത്താൽ രക്ഷിതാക്കളും കുട്ടികളും അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആശങ്കകളുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷയല്ല, മറിച്ച് ഈ ഒന്നാമത്തെ ടേമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ കഴിഞ്ഞു പോയ പാഠഭാഗങ്ങൾ എത്രമാത്രം നമ്മുടെ കുട്ടികൾ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അപ്പോൾ ഈ വിലയിരുത്തൽ 2-3 തരങ്ങളിൽ നടക്കേണ്ടത്. ഒന്ന്, കുട്ടിക്ക് സ്വയം ഇതൊന്ന് വിലയിരുത്താൻ കഴിയണം. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ആർജിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും നേടേണ്ടതുണ്ട്. മറ്റൊന്ന്, അധ്യാപികയ്ക്ക് കുട്ടിയെ വിലയിരുത്താം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എത്രമാത്രം നമ്മൾ കൊടുത്ത പഠനപ്രവർത്തനങ്ങൾ അതിനെ പിന്തുടർന്നിട്ടുണ്ട്, അത് എത്രമാത്രം അവർ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താം. അതോടൊപ്പം തന്നെ അധ്യാപികയ്ക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താം. അതായത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങളിലൂടെ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായിട്ടുണ്ട്. ഏതൊരു മൂല്യനിർണ്ണയത്തിൻ്റെയും പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടി എവിടം എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുക, അതിന് വേണ്ട ചില സഹായങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് അത് സ്വാംശീകരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു സഹായം എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് ഏറെ പ്രയാസമനുഭവിച്ച് പഠനം പൂർത്തീകരിച്ച തുല്യത 10ാം ക്ലാസ് പഠിതാക്കളുടെ യാത്രയപ്പ് നടന്നു. പരപ്പനങ്ങാടി BM ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്രമായി പഠിച്ചവരുടെ യാത്രയപ്പ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K ഷഹർബാൻ ഉദ്ഘാടനം ചെയ്തു. പരപ്പനങ്ങാടി BM ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രമായി 10ാം ക്ലാസ് തുല്യത പഠനം പൂർത്തീകരിച്ചവരുടെ യാത്രയപ്പ് നടന്നു. സ്നേഹസംഗമം എന്ന പേരിൽ BM സ്കൂളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് പരപ്പനങ്ങാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K ഷഹർബാൻ ഉദ്ഘാടനം ചെയ്തു. ജലസാക്ഷരത, ഭരണഘടനാ സാക്ഷരത, ഗുഡ് ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ
സാക്ഷരതാ പ്രസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട്. അറിവ് എന്ന് പറയുന്നത് ഒരാളും എല്ലാ അറിവും കിട്ടി പൂർണ്ണത നേടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. ഒരു കുട്ടി ജനിച്ച് മരണം വരെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠന സമ്പ്രദായത്തിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ മുന്നിലിരിക്കുന്ന പഠിതാക്കളൊക്കെ തന്നെ ഏറ്റവും പ്രഗത്ഭരും പല കഴിവുകളുള്ള പഠിതാക്കളാണ്. അവരൊക്കെ ജീവിത സാഹചര്യത്തിൽ എന്തൊക്കെയോ കൊണ്ട് അവരുടെ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി നിസാർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. റവറൻ PL ഡെന്നി അനുഗ്രഹ പ്രഭാഷണം നടത്തി. BM സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു മേരി ജോൺ, സാക്ഷരതാ പ്രേരക് ജലജമണി, സുബൈദ, അധ്യാപകരായ മനു വിശ്വനാഥ്, ദിവ്യ, ജിനി, ഷീജ, ശില്പ, ഷഹീദ എന്നിവർ സംസാരിച്ചു. ക്ലാസ് ലീഡർ ഫിറോസ് ഖാൻ സ്വാഗതവും സിയ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വ്യാജ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതിർത്തി കടക്കുന്നതായുള്ള സംശയത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന തമിഴ്നാടും കർണാടകയും കർശനമാക്കി. 72 മണിക്കൂർ മുമ്പുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് യാത്രാനുമതിയുള്ളത്. കേരളത്തിൽ നിന്ന് അടക്കമുള്ള യാത്രക്കാർക്ക് കർണാടകയിലോ തമിഴ്നാട്ടിലോ പോകണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പോലീസ് ചെക്ക് പോസ്റ്റുകളിൽ ഇത് സൂക്ഷ്മ പരിശോധന നടത്തി യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ബോധ്യപ്പെട്ടാലേ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നവരെ അതിർത്തികളിൽ വെച്ച് തന്നെ പരിശോധന നടത്തി ഇരു സംസ്ഥാനങ്ങളും തിരിച്ചയക്കുകയാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും വരുന്ന യാത്രക്കാരിൽ നല്ലൊരു വിഭാഗം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന് അധികൃതർ കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന കർശനമാക്കിയത്. മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ട വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന കക്കനഹള്ള പോലീസ് ചെക്ക് പോസ്റ്റിൽ ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുള്ള ഒരു മുറിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകുന്ന സംഘം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും കടക്കുന്നവർക്ക് വേണ്ടിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതെന്നാണ് സംഘം അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്നവരെ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നതായാണ് തമിഴ്നാട് പോലീസിന് ലഭിച്ച വിവരം. ഇതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ സമർപ്പിക്കുന്ന RT-PCR സർട്ടിഫിക്കറ്റുകളുടെ ബാർകോഡ് പരിശോധിച്ച് അംഗീകൃത അധികൃതർ നൽകിയതാണോ എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് തുടർയാത്ര അനുവദിക്കുന്നത്. അല്ലാത്തവരെ നാടുകാണി പോലീസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ തിരിച്ചുവിടുകയാണ്. ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ താനൂരിലെയും പരിസരങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ പ്രതിഷേധ ഒപ്പുശേഖരണം നടത്തി. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. താനൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ താനൂരിലെയും പരിസരങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ പ്രതിഷേധ ഒപ്പുശേഖരണം നടത്തി. താനൂർ പെട്രോൾ പമ്പിൽ നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KV ഖാദർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ P ഷിജീഷ്, സുനീർ എന്നിവർ സംസാരിച്ചു. ഓമച്ചുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെയ്യാലയിൽ നടന്ന പ്രതിഷേധം ബ്ലോക്ക് പ്രസിഡന്റ് മനു വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി വിശാഖ്, പ്രസിഡന്റ് ശൈലേഷ് കുമാർ, മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ ഓമച്ചുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെയ്യാല ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് ഈ രീതിയിലേക്കുള്ള ഒപ്പുശേഖരണ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഈ ഒപ്പുശേഖരണമായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പരിപാടി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങൾ ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും ഈ പരിപാടിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. നന്നമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടൂർ മൂലക്കൽ പെട്രോൾ പമ്പിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അംഗം T ഫുവാദ് മോൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അരുൺ, ജമാൽ, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. മൂലക്കൽ പെട്രോൾ പമ്പിന് മുന്നിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV അംജദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം PK ജിഷാദ് അധ്യക്ഷനായിരുന്നു. പാണ്ടിമുറ്റം കല്ലത്താണി പെട്രോൾ പമ്പിൽ നടന്ന പ്രതിഷേധ ഒപ്പുശേഖരണം ബ്ലോക്ക് സെക്രട്ടറി അംഗം PP രതീഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അർഫാത്ത് അധ്യക്ഷനായിരുന്നു. മേഖലാ ട്രഷറർ TK രതീഷ്, റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഠിച്ചു ജയിച്ചവരെ പടിക്ക് പുറത്താക്കരുതെന്ന പ്രമേയവുമായി തിരുരങ്ങാടി മണ്ഡലം MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നടത്തിയ സർവേയിൽ ഇത്തവണ SSLC വിജയിച്ച 3527 വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സീറ്റില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചു ജയിച്ചവരെ പടിക്ക് പുറത്താക്കരുതെന്ന പ്രമേയവുമായി തിരുരങ്ങാടി മണ്ഡലം MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത്.
പുത്തിരിക്കൽ നിന്നും പ്രകടനമായി എത്തിയ വിദ്യാർത്ഥികൾ പരപ്പനങ്ങാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് കോംപ്ലക്സിലുള്ള തിരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിനോടൊപ്പം നെടുവ, തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തണമെന്നും MSF സമരം ആവശ്യപ്പെട്ടു. ഉപരോധ സമരം KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം ജില്ലയിൽ മാത്രം കേരളത്തിൽ 3 പുതിയ DA ഓഫീസുകൾ അനുവദിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു DA ഓഫീസാണ് ഈ പറയുന്ന പരപ്പനങ്ങാടി ഇന്ന് നമ്മൾ ഇവിടെ ഇന്ന് സമരം ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നൽകിയ അവകാശപ്പെടാൻ ഇന്ന് ഇല്ല എന്ന് പറയുന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കും. MSF മണ്ഡലം പ്രസിഡന്റ് അർഷാദ് ചെട്ടിപ്പടി അധ്യക്ഷനായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി UA റസാഖ്, MSF ജില്ലാ ഉപാധ്യക്ഷൻ ഫവാസ് പനയത്തിൽ, മൻസൂർ ഉളണം, ജസീം പറമ്പിൽ, വാഹിദ് കരുവാട്ടിൽ എന്നിവർ സംസാരിച്ചു. KP നൌഷാദ്, അമീർ സുഹൈൽ, ജാഫർ വാഫി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. LIC ഓഫ് ഇന്ത്യ 66ാമത് ജന്മദിനാഘോഷം തിരൂർ ബ്രാഞ്ചിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്നു. സീനിയർ ബ്രാഞ്ച് മാനേജർ P പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ അബ്ദുൽ നഹാസ് ഇൻഷുറൻസ് വാരാചരണത്തിന്റെ സന്ദേശവും നൽകി. പരിപാടിയിൽ CK വിജയൻ, പ്രിൻസിപ്പൽ ഭാഗ്യലക്ഷ്മി, മനോജ് കുമാർ, VV സത്യാനന്ദൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. LIC എന്നും ജനങ്ങൾക്കൊപ്പം കസ്റ്റമേഴ്സിനൊപ്പം പോളിസി ഹോൾഡേഴ്സിനൊപ്പം നിലനിൽക്കുന്ന സ്ഥാപനമാണ്. LICയുടെ സെൻട്രൽ ഓഫീസും എല്ലാ സോണൽ ഓഫീസുകളും 113 ഡിവിഷൻ ഓഫീസുകൾ, 107 ഡിവിഷൻ ഓഫീസുകളും 2048 ബ്രാഞ്ചുകളിൽ 1100 ബ്രാഞ്ചുകളും LIC സ്വന്തം ബിൽഡിംഗിലാണ് നിലനിൽക്കുന്നത്. സോ ദാറ്റ് മീൻസ് LIC ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കൺഗ്ലോമറേറ്റാണ്. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി നാടിന് അഭിമാനമായി പരപ്പനങ്ങാടിയിലെ കൊച്ചുമിടുക്കന്മാർ. ചുറ്റിപ്പടി അരിയല്ലൂർ സ്വദേശികളായ ദിയോൺ സാജു, കൈലാസ് എന്നീ കുട്ടികളാണ് ഓൺലൈൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയത്. ലോക്ഡൌൺ കാലത്ത് കളരി അടച്ചുപൂട്ടിയപ്പോഴും വീട്ടുമുറ്റത്ത് പരിശീലനം നടത്തിയാണ് ഇരുവരും സ്വപ്ന നേട്ടം കൈവരിച്ചത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 1, 7, 8 തീയതികളിലായി നടന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തിലെ വിവിധ കളരികളിൽ നിന്നുള്ള പയറ്റ് വീരന്മാരെ തോൽപ്പിച്ച് പരപ്പനങ്ങാടിയുടെ അഭിമാനമായ 2 കൊച്ചു വീരന്മാർ സ്വർണം കരസ്ഥമാക്കിയത്. അരിയല്ലൂർ സ്വദേശികളായ +1 വിദ്യാർത്ഥി ദിയോൺ സാജു, 6ാം ക്ലാസ് വിദ്യാർത്ഥി കൈലാസ് എന്നിവരാണ് പരിമിതികൾക്കിടയിലും സ്വപ്നസമാനമായ നേട്ടം കരസ്ഥമാക്കിയത്. ലോക്ക്ഡൗൺ കാലത്ത് കളരി അടഞ്ഞുകിടന്നതോടെ അത്യന്തം ദുഷ്കരമായിരുന്നു ഇവരുടെ പരിശീലനം. എന്നിട്ട് പോലും പരിശീലനം മുടക്കാത്ത ഇരുവരുടെയും അർപ്പണ മനോഭാവമാണ് സ്വർണ്ണ നേട്ടത്തിന് പിന്നിൽ. വളരെ തിരിഞ്ഞാടി വന്നു ആമാ വളരെ ചാടിക്കും ചവിട്ടി ഇന്ന് പറഞ്ഞു പറഞ്ഞാൽ ചെട്ടിപ്പടി അരിയല്ലൂരിലെ ഭാർഗവ കളരി സംഘത്തിലാണ് ഇരുവരും പരിശീലനം നടത്തുന്നത്. ലോക്ക്ഡൌണിൽ കളരി അടഞ്ഞുകിടന്നതോടെ പരിശീലനം മുടങ്ങിയിരുന്നു. തുടർന്ന് വീട്ടുമുറ്റത്തും പറമ്പിലും പരിശീലന സ്ഥലമുണ്ടാക്കിയായിരുന്നു പരിശീലനം നടന്നിരുന്നത്. ഇതാണ് കുട്ടികളുടെ നേട്ടത്തിന് മധുരമേറ്റുന്നതെന്ന് ഭാർഗവ കളരി സംഘത്തിന്റെ നടത്തിപ്പുകാരൻ ഷിബു പറഞ്ഞു. ഈ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 കുട്ടികൾ മെയ്പ്പയറ്റ് വിഭാഗത്തിൽ, ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ ഇവർ 2 ദിയോൺ സാജു, കൈലാസ് ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, ഇവിടെ കളിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ വിഷമഘട്ടത്തിലും ഇവർ വീട്ടിൽ നിന്നും ഇവിടെ കിട്ടിയ സമയത്ത് വന്നിട്ടും ഒരുപാട് കഠിന പ്രയത്നം നടത്തിയിട്ട് കിട്ടിയൊരു സമ്മാനമാണ് അവർക്ക്. പരിശീലനങ്ങൾ ഇവർ കിട്ടുന്ന സമയങ്ങളിൽ രാവും പകലൊന്നും ഇല്ലാതെ ഏത് സമയമാണോ ഒഴിവുള്ളത് ആ സമയത്ത് വരും. പിന്നെ വീട്ടിൽ ഇവരൊക്കെ അച്ഛൻ സ്ഥലം പറമ്പിൽ സൗകര്യം ചെയ്തിട്ട് ആൾ കൂടാനൊന്നും പാടില്ലാത്ത സമയത്തും വളരെ ബുദ്ധിമുട്ടിയിട്ട് സംഗതി വളരെ സ്റ്റേറ്റ് കഴിഞ്ഞതോടുകൂടി ഇവർ ഇങ്ങനെ പരിശീലനം നിന്നു. പിന്നെ ഈ നാഷണൽ വരുമ്പോഴേക്ക് ഏകദേശം അങ്ങനെ ഹെവി ആയിട്ട് ചെയ്തുകൊണ്ട് ആ ഒരു
തലത്തിലെത്തി. സാധാരണ ഗ്രൗണ്ടുകളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഇത്തവണ ഓൺലൈൻ ആയെങ്കിലും നേട്ടം സന്തോഷമുണ്ടാക്കുന്നതായി ദിയോൺ സാജു പറഞ്ഞു. കൊച്ചുമിടുക്കനായ കൈലാസും നിറഞ്ഞ സന്തോഷത്തിലാണ്. വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു പരിശീലനങ്ങളൊക്കെ? ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ കളിക്കാൻ കഴിയില്ല. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പറമ്പിൽ നിന്ന് ടെറസിൽ നിന്നൊക്കെ ഇടയ്ക്ക് കളിക്കലുണ്ട്. പിന്നെ ചില ദിവസം രാത്രി ഇവിടെ നിന്ന് കളിക്കലുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ നിന്ന് നടത്തിയോണ്ട് നാഷണൽ ഓൺലൈനായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്ത് അതിന് മുന്നേ സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു, ബാംഗ്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന്. നല്ല അനുഭവം തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു പരിശീലനമൊക്കെ? കഠിനമായിട്ട് തന്നെ പ്രയത്നിച്ച് അധ്വാനിച്ചു. ഈ ഒരു സമയത്ത് കളരിയൊക്കെ അടവായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് മുന്നേ ഞങ്ങൾ 5 to 6, 7 സമയങ്ങളിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നെ ക്ലാസ്സും എല്ലാതും കൂടെ ആയിരുന്നപ്പോൾ ഇടയ്ക്ക് രാവിലെ ആയിട്ട് ഇങ്ങനെ ചെയ്തു. എവിടെ വെച്ചിട്ടായിരുന്നു? ഇവിടുന്നും എൻ്റെ പറമ്പെന്നും. ജില്ലാ സംസ്ഥാന തലങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും ദേശീയ ചാമ്പ്യൻഷിപ്പിന് അർഹത നേടിയത്. സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്തായ ശേഷമാണ് ദേശീയ തലത്തിൽ സ്വർണ്ണ നേട്ടമെന്നതും എടുത്തു പറയേണ്ടുന്ന വസ്തുതയാണ്. ഇതേ കളരി സംഘത്തിലെ ആര്യാലാൽ ജില്ലാ തലത്തിൽ 2ാം സ്ഥാനവും കൃഷ്ണപ്രിയ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ഹൈക്കിക്ക് മെയ്പ്പയറ്റ് വിഭാഗങ്ങളിൽ അക്ഷയും 3ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും കേരള കളരിപ്പയറ്റ് അസോസിയേഷനും സംയുക്തമായാണ് ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. അടുത്ത ഫെബ്രുവരിയിൽ ഹരിയാനയിൽ നടക്കുന്ന കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ചാമ്പ്യൻഷിപ്പായ ഖേലോ ഇന്ത്യയിലേക്കും ഇരുവരും അർഹത നേടിയിട്ടുണ്ട്. കടലുണ്ടി ഐഡിയൽ സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ദിയോൺ സാജു. കൈലാസ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാജു ഷീജ ദമ്പതികളുടെ മകനാണ് ദിയോൺ. ഷാജിയും ഭബിതയുമാണ് കൈലാസിന്റെ മാതാപിതാക്കൾ. ഷിനു, വിപിൻ എന്നിവരാണ് ഇരുവരെയും പരിശീലിപ്പിക്കുന്നത്. ഒരു ഇടവേള. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണ പദ്ധതിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടക്കമായി. വിതരണ പദ്ധതി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗമായ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നിത്യേന 200 പേർക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രികാലത്ത് ഭക്ഷണ വിതരണമാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി ഹൃദയപൂർവ്വം നടപ്പാക്കുന്നത്. ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്കിനകത്തെ 186 യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് പാകം ചെയ്യുന്ന ഭക്ഷണം വളണ്ടിയർമാർ ശേഖരിച്ചാണ് ആശുപത്രിയിൽ വിതരണത്തിനെത്തിക്കുക. നിത്യേന 200 പേർക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. പൊതിച്ചോറിന് പുറമെ ചപ്പാത്തി അടക്കമുള്ള ഭക്ഷണവും ശേഖരിക്കും. വിതരണ പദ്ധതി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. 25 രൂപയ്ക്ക് അരിയായി വിറ്റ് 20 രൂപയ്ക്ക് ഊണായി നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇതുപോലെയുള്ള ജനസേവന പ്രവർത്തനങ്ങൾ നിർബന്ധമായി നടത്തേണ്ടതാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിന് മുൻകൈയെടുത്ത് രംഗത്ത് വന്ന, നേരത്തെ രക്തം കൊടുക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ആഹാരം കൂടി നൽകാൻ തയ്യാറായി വന്ന ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് ഇന്നിവിടെ സന്നിഹിതരായ ഡിവൈഎഫ്ഐയുടെ മുൻ ഭാരവാഹികളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അഭിവാദ്യം. KP ഷാജിത്ത് അധ്യക്ഷനായിരുന്നു. ഭക്ഷണപ്പൊതി വിതരണം CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P അംസക്കുട്ടി നിർവഹിച്ചു. K നാരായണൻ, KV പ്രസാദ്, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് S ഗിരീഷ്, E അഫ്സൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി, CO ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ ദിവസവും തിരൂർ ബ്ലോക്ക് പരിധിയിലെ 18 മേഖലാ കമ്മിറ്റികൾക്കാണ് ചുമതല നൽകുന്നത്. പുറത്തൂർ മേഖലാ കമ്മിറ്റിയിലെ യൂണിറ്റുകളിൽ നിന്നും പ്രവർത്തകർ ശേഖരിച്ച ഭക്ഷണം വിതരണം ചെയ്താണ് ഹൃദയപൂർവ്വം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതിക്ക് ജനങ്ങളിൽ നിന്ന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. തിരു ജില്ലാ ആശുപത്രി രക്തബാങ്കിലേക്ക് രക്തശേഖരത്തിന്റെ ലഭ്യത കുറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓരോ ആഴ്ചയിലും 50 പേരിൽ കുറയാത്ത വിധത്തിൽ രക്തദാനം നടത്തി വരുന്നുണ്ട്. കോവിഡ് കാലത്ത് ഇത് ആശുപത്രി രക്തബാങ്കിന് വലിയ സൗകര്യമാണ് നൽകുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് CPMുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വീകരണം നൽകി. CPI, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ളവരായിരുന്നു CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വ്യാപാര മാളിൽ നടന്ന സ്വീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി N മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വ്യാപാര മാളിൽ നടന്ന സ്വീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി N മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് CPM ആണെന്ന തിരിച്ചറിവ് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടുവെന്ന വർത്തമാനകാല സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമെല്ലാം മുൻ ജനപ്രതിനിധികളടക്കം CPMനോട് ചേർന്ന് പ്രവർത്തിക്കാനായി എത്തിയിട്ടുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി N മോഹൻദാസ് പറഞ്ഞു. ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് CPM ആണെന്ന തിരിച്ചറിവ് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടു വന്ന ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ജനപ്രതിനിധികളായി വരെ പ്രവർത്തനം നടത്തിയ സജീവ പ്രവർത്തകന്മാർ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകന്മാർ, മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തനം നടത്തിയവർ, മറ്റ് പാർട്ടികളിൽ നിന്ന് CPIയിലെ സമുന്നത നേതാവ് അടക്കമുള്ള ഈ താനൂരിലെ പൗരമണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ ഏറെ ശ്രദ്ധേയരായ നിരവധി പേരാണ് CPMന് കൂടെ വന്നു. CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ അധ്യക്ഷനായിരുന്നു. M അനിൽകുമാർ, CP അശോകൻ, E അനോജ്, P അംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി KT ശശി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന K വിവേകാനന്ദൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AP രാമൻ തുടങ്ങി നിരവധി പേരാണ് വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് CPMൽ ചേർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി ഇന്നു മുതൽ ഞാൻ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ഞാൻ വന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ്. 4 തവണ താനൂരിന്റെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ജനപ്രതിനിധിയുമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ താനൂർ മുനിസിപ്പാലിറ്റിയുടെ 20 വർഷക്കാലം പ്രസിഡന്റുമായിട്ടായിരുന്നു. അതെല്ലാം രാജിവെച്ചുകൊണ്ടാണ് മതേതരത്വ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേർന്നിട്ടുള്ളത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിന്റെ സായാഹ്നം ഒരു അവസ്മരണീയ സുദിനമായി ഞാൻ കാണുകയാണ്. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 20-25 സെന്റിമീറ്റർ ഉയരങ്ങളിലുള്ള 10ഓളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. തിരൂർ എക്സൈസ് സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിടത്തിന് സമീപമായി 20-25 സെന്റിമീറ്റർ ഉയരങ്ങളിലുള്ള 10ഓളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ O സജിതയും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. NDPS ആക്ട് 20 പ്രകാരം കേസെടുത്ത് തുടരന്വേഷണം നടന്നു വരികയാണെന്ന് റേഞ്ച് ഇൻസ്പെക്ടർ O സജിത പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തിരൂർ റേഞ്ച് പാർട്ടി നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഈ കഞ്ചാവ് ചെടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കണ്ടെത്തിയത്. മേൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയതാണോ അതോ സ്വാഭാവികമായി അതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വിത്ത് വീണ് മുളച്ചു വന്നതാണോ എന്നത് അന്വേഷണത്തിൽ മാത്രമാണ് കണ്ടെത്താനാണ് കഴിയുന്നത്. CCTV ഒക്കെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമം തുടരും. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ KM ബാബുരാജ്, അജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ റബീഷ് തുടങ്ങിയവരുണ്ടായിരുന്നു. പരമ്പരാഗത തെങ്ങ് കയറ്റ തൊഴിലാളിയെ ആദരിച്ചു. വട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം തെങ്ങുകയറ്റ തൊഴിലാളിയായി പുരാതന തലയാളി കുടുംബാംഗമായ ചമ്മലിൽ കോരുക്കുട്ടിയാണ് വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ വെട്ടം പഞ്ചായത്തിൽ ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ഈ നാളികേര ദിനത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള ചമ്മലിൽ കോരുക്കുട്ടി 50 വർഷത്തിലേറെ കാലം, അതായത് നാളികേര കൃഷി വ്യാപകമായ കാലം തൊട്ടിട്ട് ഇന്നേ വരെ സംഘടിത രൂപത്തിൽ തെങ്ങ് കയറിയിരുന്ന ഒരു വിഭാഗത്തിൻ്റെ മൂപ്പനായിക്കൊണ്ട് ഇന്ന് വരെ തെങ്ങ് കയറി ക്ഷീണിച്ചിരിക്കുന്ന അവസരമാണ്. അദ്ദേഹം ഈ തെങ്ങ് കൃഷിയുടെ ഒരു പ്രധാന സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹം. പ്രസിഡന്റ് KK അബ്ദുൽ റസാഖ് ഹാജി ഉപഹാരം നൽകി ഷാൾ അണിയിച്ചു. ഉള്ളാട്ടിൽ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ KC അബ്ദുള്ള, V മൂസക്കുട്ടി മാസ്റ്റർ, മൂപ്പിൽ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പിലായ രോഗികൾക്കും വയോജനങ്ങൾക്കും വീട്ടിൽ ചികിത്സയൊരുക്കി ഡോക്ടർ ഫൈസൽ റിലീഫ് സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്. വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം തിരൂർ DSP സുരേഷ് ബാബു നിർവഹിച്ചു. കിടപ്പിലായ രോഗികൾക്കും വയോജനങ്ങൾക്കും വീട്ടിൽ ചികിത്സയൊരുക്കി ഡോക്ടർ ഫൈസൽ റിലീഫ് സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്. ഹോം കെയർ വാഹനത്തിന്റെ താക്കോൽ ദാനം തിരൂർ DSP സുരേഷ് ബാബു നിർവഹിച്ചു.
വിദഗ്ധ പരിശീലനം നേടിയ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനമാണ് ഉറപ്പാക്കുന്നത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ലഭ്യമാക്കും. നമ്മുടെ ഹോം സർവീസ് തുടങ്ങിയിട്ടുള്ളത് ദീർഘകാലമായി നമ്മുടെ കസ്റ്റമേഴ്സ് പേഷ്യൻസും അവരുടെ ആവശ്യപ്രകാരം നമ്മൾ പുതിയതായിട്ട് ഒരു വാൻ അതിനായിട്ട് എടുത്ത് അതിന് സർവീസ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അസുഖബാധിതരായി കിടക്കുന്ന സുഖമില്ലാത്ത വീട്ടിൽ ഇങ്ങോട്ട് ക്ലിനിക്കിലേക്ക് വരാൻ സാധിക്കാത്ത ആളുകൾ, അതേമാതിരി വൃദ്ധജനങ്ങൾ, അതേമാതിരി ഡിസേബിൾഡ് ആൾക്കാർ, ഇവർക്കൊക്കെ നമുക്ക് വീട്ടിലെത്തി അതിനുള്ള ചികിത്സ കൊടുക്കാൻ ഉള്ള സംരംഭമാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ നമ്പർ കൊടുക്കുക, അവർ വിളിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അതിനുള്ള ഡെൻ്റൽ ചെയർ ഉണ്ട്, നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഡെൻ്റൽ ചെയർ ഉണ്ട്. അതേപോലെ തന്നെ അതിൽ എല്ലാ ഫില്ലിങ്, എക്സ്ട്രാക്ഷൻ, അങ്ങനത്തെ എല്ലാ ക്ലീനിങ്, അങ്ങനത്തെ എല്ലാ ചികിത്സകളും വീട്ടിലെത്തി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. MD ഡോക്ടർ ഫൈസൽ, CEO ഷഹീറ കോനാരി, HR ജോഷൻ സ്റ്റീഫൻ, ഡോക്ടർ നിയാസ് നസീർ സേഠ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം 30,000-ന് മുകളിൽ തുടരുന്നു. 32,097 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. DPR 18.41%. 1,74,307 സാമ്പിളുകൾ പരിശോധിച്ചു. 21,634 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 32,097 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 4,334, എറണാകുളം 3,768, കോഴിക്കോട് 3,531, പാലക്കാട് 2,998, കൊല്ലം 2,908, മലപ്പുറം 2,664, തിരുവനന്തപുരം 2,440, കോട്ടയം 2,121, ആലപ്പുഴ 1,709, കണ്ണൂർ 1,626, പത്തനംതിട്ട 1,267, ഇടുക്കി 1,164, വയനാട് 1,012, കാസർഗോഡ് 555 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,74,037 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.41. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 188 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 21,149. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 102 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 30,456 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,441 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. ജില്ലയിൽ രോഗികളുടെ എണ്ണം നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും ആശ്വസിക്കാൻ വകയില്ല. 2,664 പേർക്ക് രോഗം ബാധിച്ചു. DPR 17.46%. 1,850 പേർ രോഗമുക്തരായി. ജില്ലയിൽ വ്യാഴാഴ്ച 2,664 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 17.46% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗബാധ സ്ഥിരീകരിച്ചതിൽ 2,589 പേർക്ക് നേരത്തെ കോവിഡ് ബാധിതരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. 1,880 പേർ കോവിഡ് മുക്തരായിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരാവുന്നവരുടെ എണ്ണം 4,68,431. 76,508 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചതിൽ 30 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 44 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 32,055 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ്. കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിദഗ്ധർ. മരണനിരക്ക് പിടിച്ചു നിർത്താൻ കേരളത്തിനായി കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം സംസ്ഥാനത്തെ രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്ത് പരീക്ഷ എഴുതാൻ എത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് കർണാടക അറിയിച്ചു. കേരളത്തിലെ രൂക്ഷമായ കോവിഡ് വ്യാപനം സ്ഥിതി വിലയിരുത്താനും തുടർ പ്രതിരോധ നടപടികൾ ആലോചിക്കാനുമാണ് മുഖ്യമന്ത്രി പൊതുജനാരോഗ്യ വിദഗ്ധരുടെ യോഗം വിളിച്ചത്. വിദേശ സർവകലാശാലകളിൽ നിന്നും ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നുമായി പൊതുജനാരോഗ്യ വിദഗ്ധരും വൈറോളജിസ്റ്റുകളും പങ്കെടുത്തു. കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിൽ ആശങ്ക വേണ്ടെന്നും മരണനിരക്ക് ഉയരാതെ ശ്രദ്ധിച്ചാൽ മതിയെന്നുമാണ് വിദഗ്ധരുടെ പൊതു അഭിപ്രായം. കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടില്ലെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള ക്രമീകരണത്തോടെ പരമാവധി മേഖലകൾ തുറക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. വാക്സിനേഷൻ വേഗത്തിലാക്കണം. ഒന്നാം തരംഗത്തിൽ വ്യാപനം കുറഞ്ഞതിനാലാണ് രണ്ടാം തരംഗം രൂക്ഷമാകാൻ കാരണമെന്ന വിദഗ്ധർ വിലയിരുത്തി. മരണനിരക്ക് കുറച്ചു നിർത്താനായതിലും ഡാറ്റ കൈകാര്യം ചെയ്യലിലും കേരളത്തെ പ്രശംസിച്ചു. അതേസമയം സംസ്ഥാനത്തെ രോഗവ്യാപനത്തിൽ കുറവില്ല. കഴിഞ്ഞ ദിവസം 2 ജില്ലകളിൽ 4,000-ന് മുകളിലായിരുന്നു പ്രതിദിന രോഗബാധ. തിരു ബസ് സ്റ്റാൻഡിന് സമീപം പരേതനായ തറമൽ അബ്ദുൽ ഖാദർ എന്ന ഭാവയുടെ മകൻ മുഹമ്മദ് ജമാൽ നിര്യാതനായി. 78 വയസ്സായിരുന്നു. തിരു പബ്ലിസിറ്റി ബ്യൂറോ ഉടമയായിരുന്നു. ലുക്മാനുൽ ഹക്കീം, ലൈല, ഷാമില, പരേതയായ ഷമിത എന്നിവർ മക്കളാണ്. മംഗലം പെരുന്തിരുത്തി സ്വദേശി പരേതനായ കുറുപ്പം വീട്ടിൽ കൃഷ്ണന്റെ ഭാര്യ മാധവി നിര്യാതയായി. 87 വയസ്സായിരുന്നു. കൗസല്യ, ശാന്ത, ഭാനുമതി, രാജൻ എന്നിവർ മക്കളാണ്. തിരുത്തൃക്കണ്ടിയൂർ രേഷ്മാസിൽ PN രാഘവൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. NG സുധയാണ് ഭാര്യ. R രഞ്ജിത്ത്, രേഷ്മ, രാജീവ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സത്യം നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അങ്ങനെ നിൽക്കുക. കാരണം വെച്ചാൽ എനിക്കൊരു പേടിയും പേടിക്കാറില്ല. കാരണം കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാവുള്ളൂ.
തന്നലെ പീഡനക്കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതെന്ന് പ്രതിയാക്കപ്പെട്ട ശ്രീനാഥിന്റെ കുടുംബം. കുറ്റം ഏറ്റെടുക്കാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ശ്രീനാഥ്. കുടുംബം ആത്മഹത്യയുടെ വക്കിൽ. നിരപരാധിയായ മകനെ കരുതിക്കൂട്ടി പ്രതിയാക്കിയതാണെന്നും അച്ഛനും അമ്മയും. മലബാർ സമര പോരാളികളുടെ പേര് രക്തസാക്ഷി പട്ടികയിൽ നിന്നും നീക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മോദിയുടെ കാലത്ത് വാര്യംകുന്നൻ വിസ്മരിക്കപ്പെടുന്നതിൽ അതിശയമില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA. താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസും SYSഉം. അതിർത്തി കടക്കാൻ വ്യാജ RTPC സർട്ടിഫിക്കറ്റ് എന്ന സംശയം. കേരളത്തിൽ നിന്നുള്ളവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കർശനമാക്കി തമിഴ്നാടും കർണാടകയും. അതിർത്തി കടക്കാൻ 72 മണിക്കൂർ മുമ്പുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. വയറെരിയുന്നവരുടെ മീ നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണ പദ്ധതിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടക്കം. കേരളത്തിൽ കോവിഡ് രോഗികൾ 30,000 മുകളിൽ തുടർന്നു. 32,097 രോഗികൾ. DPR 18.41%. ജില്ലയിൽ 2,664 പേർക്ക് രോഗബാധ. DPR 17.46%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.